കടകളിൽ നിന്ന് നമ്മൾ വലിയ വില കൊടുത്ത് 1500 രൂപ 2000 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഡ്രസ്സ് വാങ്ങും. അത് നമുക്ക് കുറഞ്ഞ വിലക്ക് ഒരു 100 രൂപയുടെ ഒരു പ്ലെയിൻ ഫാബ്രിക് വാങ്ങിക്കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ഡിസൈനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരു പ്ലെയിൻ മെറ്റീരിയലിനെ പ്രീമിയം ലുക്കിലേക്ക് മാറ്റാൻ എളുപ്പ വഴി ചുരിദാറിൻ്റെ സ്ലീവിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കലാണ്. മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ തുണി വലിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ഫിനിഷിങ്ങോടെ ചുരിദാർ സ്ലീവ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. പലരും മെറ്റീരിയൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പറയുന്ന പ്രധാന പരാതിയാണ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ സ്ലീവിൻ്റെ ഡിസൈന് ചുളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഷേപ്പ് മാറുന്നു എന്നതൊക്കെ. ഇതൊരു പേപ്പറിൽ വരക്കുന്നത് പോലെ ചിന്തിക്കുക. ഉറപ്പില്ലാത്തൊരു നേർത്ത പേപ്പർ കൊണ്ട് നമ്മൾ അതിൽ വാട്ടർ കളർ കൊടുത്താൽ അത് ചുളിഞ്ഞു പോകും. എന്നാൽ അതിനടിയിൽ ഒരു ഹാൻഡ് ബോർഡ് വെച്ചാൽ അത് പെർഫെക്റ്റ് ആയി നിൽക്കും. കോട്ടന്, ജോർജറ്റ് അല്ലെങ്കിൽ സിൽക്ക് മെറ്റീരിയൽ ഇതിലൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇതേപോലെയാണ് പ്രവർത്തിക്കുന്നത്. മെറ്റീരിയലിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് നൽകാത്തത് കൊണ്ടാണ് നമുക്കതിന് ഫിനിഷിങ് കിട്ടാത്തത്. ഇപ്പോൾ ചുരിദാറായാലും ബ്ലൗസിൻ്റെ ഒക്കെ സ്ലീവിലായാലും എംബ്രോയ്ഡറി ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തുണി വെട്ടിയിട്ട് സ്ലീവ് ആക്കിയതിന് ശേഷം എംബ്രോയ്ഡറി ചെയ്താൽ നമ്മൾ ആ റിങ്ങിൽ ഫിറ്റാക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്ലീവിന് ഏകദേശം ഒരു അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് റിങ്ങിലിട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് ഈ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇത്രയും സ്പേസ് കളയാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്ട്രാ ഒരു പീസ് അതിനോട് ജോയിൻ ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ റിങ്ങിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അത് പിന്നിപ്പോവാനും സാധ്യതയുണ്ട്. അതിന് നമ്മൾ റിങ് ഇടുമ്പോൾ ആ റിങ് ഇടുന്ന ഭാഗത്ത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്ലെയിൻ മെറ്റീരിയലിൽ ത്രെഡിൻ്റെ കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് അനുയോജ്യമായ കളർ തിരഞ്ഞെടുക്കണം. എന്നാൽ അതിനൊരു ഭംഗി വേറെ തന്നെ ഉണ്ടാവും. അതുപോലെ തുണിയുടെ ബാക്ക്ഗ്രൗണ്ട് നിറത്തിനെതിരെ നിൽക്കുന്ന കോൺട്രാസ്റ്റ് പോളിസ്റ്റർ അല്ലെങ്കിൽ വിസ്കോസ് എംബ്രോയ്ഡറി ത്രെഡ് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കട്ടി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 11 നമ്പർ സൂചി ഉപയോഗിക്കാം. കട്ടി കൂടിയതാണെങ്കിൽ 14 നമ്പർ സൂചി ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ കറുപ്പ് പ്ലെയിൻ ഫാബ്രിക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ആൻറ്റി ഗോൾഡ്, സിൽവർ നൂല് ഇതുകൊണ്ടൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്താൽ നല്ല റിച്ച് ലുക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുത്താൽ നമ്മൾ മനോഹരമായൊരു ഡിസൈൻ ഡ്രസ്സായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാനിതിൽ തിരഞ്ഞെടുത്തിട്ടുള്ള കളറ് ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, റെഡ്, പിന്നെ ഈ റെഡിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റും, അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് ഗ്രീന് സ്റ്റെമ്മിന്, ലീഫിന്, വള്ളിക്ക്, പിന്നെ അതുപോലെ ഒരു വെറൈറ്റി ഒരു ലീഫ് കൂടി അതിൽ കണ്ട് അതിന് ഡാർക്ക് ഗ്രീനും കൊടുത്ത്, പിന്നെ സെൻറ്ററിൽ റെഡ് ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് വൈറ്റ് ഡോട്ടും കൊടുത്ത്. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിൻ്റെ എൻഡിങ്ങിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ ഡിസൈൻ നമുക്ക് നെക്കിലും ടോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മളൊരു കളർ നൂലെടുത്തിട്ടുണ്ടെങ്കിൽ ആ റിങ് ഇട്ടതിൻ്റെ ഉള്ളിൽ ആ കളറ് എവിടെല്ലാം ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കളർ നൂലെടുക്കുക. ആദ്യം ലൈറ്റ് ഗ്രീൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇടയിൽ ഫില്ലാവാത്തതുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ പോയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടുത്തതും ഇതേപോലെ ഫില്ല് ചെയ്ത് വരാം. ഇതിനൊക്കെ മസ്റ്റായിട്ട് വേണ്ടത് പ്രാക്ടീസാണ്. അതിനൊപ്പരം നമ്മൾ ഈ തുണി ടൈറ്റായിട്ട് ഇട്ടിക്കണമെന്നും ശ്രദ്ധിക്കുക. പിന്നെ നൂല് തിരഞ്ഞെടുക്കുക, അതുപോലെ സൂചി നോർമൽ മെഷീൻ്റെ സൂചി ഉപയോഗിക്കാതിരിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഫിനിഷിങ്ങോടെ ചെയ്തെടുക്കാം.
ഈ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വേറൊരു എംബ്രോയ്ഡറി വർക്കുമായിട്ട് വീണ്ടും കാണാം.